ഇപ്പോഴും ആരെങ്കിലും ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണോ തുടരുന്നത്? എന്താണ് വിശദാംശങ്ങൾ? സുഹേൽ, അത്തരം പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആർക്കും ഇല്ല. 16ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ? നിലവിൽ ഈ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നതിന്റെ അവശിഷ്ടം ഈ പറമ്പിൽ പൂർണ്ണമായും കിടക്കുകയാണ്. അതുകൊണ്ട് അത് ഉൾപ്പെടെ മാറ്റി നോക്കിയാൽ മാത്രമേ ആരുമില്ല എങ്കിൽ അതിനൊരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് JCB ഉൾപ്പെടെ എത്തിച്ച് അത്തരം പരിശോധനയിലേക്ക് കടക്കാൻ പോലീസും ഫയർഫോഴ്സും തയ്യാറാകുന്നത്. ഈ സമീപ പ്രദേശത്ത് ഉള്ള വീടുകളിൽ ആളുകൾ നിലവിൽ പ്രവേശിക്കുന്നുണ്ട്. അത് നിലവിൽ പോലീസ് വിലക്കുകയാണ്. കാരണം ഈ കെട്ടിടങ്ങൾക്ക് വലിയ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് ആ കെട്ടിടങ്ങളിലേക്ക് നിലവിൽ ആർക്കും പ്രവേശനം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം പ്രദേശവാസികളോട് എല്ലാവരോടും തന്നെ ഈ ഘട്ടത്തിൽ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും തന്നെ അഭ്യർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ നിങ്ങളുടെ സാധന വസ്തുക്കളെല്ലാം തന്നെ ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാകും. എന്നാൽ നിലവിൽ ഈ വിദഗ്ധ സംഘങ്ങൾ എത്തിയത് പരിശോധിക്കാതെ അതിനകത്തേക്ക് ആരും കയറരുത്. ഈ പ്രദേശത്ത് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ പ്രകമ്പനം ഏറ്റിട്ടുള്ള വീടുകളിലെ ആളുകളോടായാണ് ഇത് പറയുന്നത്. അവിടെയുള്ള ആളുകൾ ആരും തന്നെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രവേശിക്കരുത്. കാരണം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ മേൽക്കൂര ഉൾപ്പെടെ ഇടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല വീടുകളുടെയും ഓട് ഉൾപ്പെടെ ഇളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഇടിഞ്ഞിരിക്കുന്നു, വാതിലുകൾ വീണിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വീടിനകത്തേക്ക് സാധനങ്ങൾ എടുക്കാനോ വസ്തുക്കൾ എടുക്കാനോ ആരും കയറരുത് എന്ന കർശന നിർദ്ദേശം പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നൽകുന്നുണ്ട്. നിലവിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലുള്ള വിശദമായ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആളുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നിലവിൽ പോലീസ് എത്തി വിലക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ വസ്തുക്കൾ എടുക്കാൻ ആളുകൾ കയറുന്നു എന്നുള്ളതൊരു അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. 2 ദിവസമായാണ് പുതിയ അമ്പലത്തിലെ വെടിക്കെട്ട്, ഒരുപക്ഷെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ടിൽ ഒന്നാണ് പുതിയ ക്ഷേത്രത്തിലെ വെടിക്കെട്ട്. അത് ഇന്നലെയും ഇന്നുമായാണ് നടക്കുന്നത്. ഇന്നലെ യാതൊരു പ്രശ്നവുമില്ലാതെ കൃത്യമായി ഇവിടെ തന്നെ സാധനങ്ങൾ എത്തിച്ചു. അത് വൈകുന്നേരത്തോടുകൂടി അമ്പലത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെ ഇന്നലെ വൈകിട്ട് അതേപോലെ ഉണ്ടായി. ഇന്നും സമാനമായ രീതിയിൽ ഇവിടുന്ന് ഈ വാഹനത്തിൽ വസ്തുക്കൾ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഇനി ഇവരുടെ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. അവർക്കാണ് കരാർ നൽകിയതെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇനി ഇവരുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വിശദമായൊരു പരിശോധന ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഫയർഫോഴ്സ് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ആകെ തുകയുടെ നഷ്ടം കണക്കാക്കും. അതൊരു പക്ഷേ കോടികൾ കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സമീപ പ്രദേശത്തെ വീടുകൾക്കെല്ലാം ഗുരുതരമായ പരിക്കുകൾ അല്ലെങ്കിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേൽക്കൂര അടക്കം തകർന്നു പോയിട്ടുണ്ട്. വീടിനകത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് വസ്തുക്കളും അതോടൊപ്പം തന്നെ ജനലുകളും അലമാര പോലുള്ള വസ്തുക്കളെല്ലാം തകർന്നു. കാറ് പൂർണ്ണമായും തകർന്ന ഒരു കാഴ്ച നമ്മൾ മറ്റൊരു വീട്ടിൽ കണ്ടിരുന്നു. ആ വീടിന്റെ ഓട് ഇളകി നിലത്തേക്ക് വീഴുകയും കാറിലേക്ക് വീഴുകയും കാറിന്റെ മുകൾ വശം പൂർണ്ണമായും തകരുകയും ചെയ്യുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരം കേടുപാടുകൾക്കെല്ലാം അല്ലെങ്കിൽ അത്തരം നാശനഷ്ടങ്ങളെല്ലാം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകൾക്ക് പോലും ഈ പ്രകമ്പനം കാരണം കേടുപാടുകൾ സംഭവിച്ചു. അവിടുത്തെ ഗ്ലാസുകൾ പൊട്ടി എന്നുള്ളതാണ് സമീപവാസികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. നിലവിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. പുറത്തുനിന്നുള്ള വസ്തുക്കളാണോ അതല്ലെങ്കിൽ വാഹനത്തിലെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് സംഭവിച്ച അപകടമാണോ, അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് വരികയാണ് പോലീസ്. 16 പേർക്കാണ് നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ മരണം, വിഷ്ണു എന്ന് പറയുന്ന ആളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ 4 പേർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അവർക്ക് മറ്റൊന്നും സംഭവിക്കില്ല എന്നൊരു പ്രത്യാശയിലാണ് ആളുകൾ ഉള്ളത്. ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ചില ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ജനൽ ചില്ലുകൾ അടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഡോറിന്റെ പാളിയെല്ലാം അടിച്ചുകൊണ്ടും ചില ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. പക്ഷേ അവരുടെ പരിക്കുകളൊന്നും സാരമല്ല. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരികെ എത്തിക്കും എന്നാണ് പറയുന്നത്. ഈ പ്രദേശവാസികൾ വീടിനകത്തുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദേശം 11 മണിയോടുകൂടി വലിയൊരു പ്രകമ്പനം, 3 തവണ ഒരു പ്രകമ്പനം പോലുള്ള ഒരു വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദം മാത്രമാണ് അവർ കേട്ടത്. പിന്നീട് നോക്കുമ്പോൾ വീട് മുഴുവൻ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറ്റവും കൂടുതൽ ഈ അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ എല്ലാം പൂർണ്ണമായും തുറന്ന് അല്ലെങ്കിൽ ആ ഡോറുകൾ ആ പാളി ആ ഭിത്തിയിൽ നിന്ന് വിട്ട് നിലംപതിക്കുന്ന ദൃശ്യങ്ങളാണ് എല്ലാ വീടുകളിലും ഒരേപോലെ കണ്ടിരിക്കുന്നത്. ഓടുകൾ മേൽക്കൂരകളെല്ലാം ഒരേപോലെ തന്നെ പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇനി
എന്ത് ചെയ്യണം എന്നറിയാതെ പലരും പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെ എങ്ങോട്ടാ എന്ത് ചെയ്യണം ഒന്നും ഒരു വ്യക്തതയില്ല. പക്ഷെ അവരോടെല്ലാം നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ആരും വീട്ടിൽ പ്രവേശിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസും ഫയർഫോഴ്സും നൽകുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ നാട്ടുകാരും അതോടൊപ്പം ഈ പ്രദേശം ശരി, വിഷ്ണു പറഞ്ഞതുപോലെ ജനങ്ങൾ അധികൃതർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക, മറ്റ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ്, അവരോട് സഹകരിക്കുക.